തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM-ന് 8ന്റെ പണിയാണ് കിട്ടിയത്. ചിലയിടങ്ങളിൽ CPM BJP-യെ സഹായിച്ചെന്ന് CPI പറഞ്ഞ് രംഗത്ത് വന്നതോടെ ഇടതുമുന്നണിയിലെ കൂട്ടയടി തുടങ്ങി. ആലപ്പുഴ CPI ജില്ലാ കൗൺസിലിലാണ് CPM-നെതിരെ രൂക്ഷ വിമർശനം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചിലയിടങ്ങളിൽ CPM BJP-യെ സഹായിച്ചെന്ന് CPI ജില്ലാ കൗൺസിൽ. ഭരണവിരുദ്ധ വികാരം LDF-ന് തിരിച്ചടിയായെന്നും വിലയിരുത്തലുണ്ടായി. ചെങ്ങന്നൂർ മാവേലിക്കര മേഖലകളിൽ ചിലയിടങ്ങളിൽ CPM BJP-യെ സഹായിച്ചെന്നായിരുന്നു വിമർശനം. പലയിടത്തും CPI ജയിക്കണമെന്ന താല്പര്യം CPM-ന് ഉണ്ടായിരുന്നില്ല. CPI മത്സരിച്ച പലയിടത്തും CPM വിമതർ ഉണ്ടായിരുന്നു. കുട്ടനാട്ടിൽ CPI ഭിന്നതയും തോൽവിക്ക് കാരണമായി. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ചില പ്രസ്താവനകളെ എതിർക്കാതിരുന്നത് ദോഷം ചെയ്തു. ന്യൂനപക്ഷങ്ങൾക്ക് LDF-ൽ വിശ്വാസം കുറയാൻ ഇത് കാരണമായി. സർക്കാർ ഇനിയും തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ടെന്നും വിലയിരുത്തി. ജില്ലാ കൗൺസിലിന്റെ പ്രാഥമിക വിലയിരുത്തലിലാണ് വിമർശനം ഉയർന്നത്. മണ്ഡലം കമ്മിറ്റികൾ ചേർന്ന് വിശദമായ വിലയിരുത്തൽ നടത്തി 31-ന് മുൻപ് ജില്ലാ നേതൃത്വത്തിന് റിപ്പോർട്ട് നൽകണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പല ജില്ലകളിലും LDF-ൽ മുന്നണി മര്യാദ പാലിച്ചില്ലെന്നും മുന്നണി നേതൃത്വത്തിന് വീഴ്ച സംഭവിച്ചുവെന്നും ഇന്റർനാഷണൽ ലീഗ് സംസ്ഥാന സമിതി യോഗം. ശബരിമല സ്വർണ്ണ കൊള്ളക്കേസ് തെരഞ്ഞെടുപ്പിൽ LDF-ന് വലിയ നാശം സൃഷ്ടിച്ചു. അതിൽ ഉൾപ്പെട്ടവർക്കെതിരെ നടപടിയെടുക്കാൻ വൈകിയെന്നും ഇത് തിരിച്ചടിയുണ്ടാക്കിയെന്നും INL സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർകോവിൽ MLA-യും സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ പറഞ്ഞു. ചില ജില്ലകളിൽ INL സ്ഥാനാർത്ഥികൾക്ക് പാർട്ടി വോട്ട് മാത്രമാണ് ലഭിച്ചത്. തെരഞ്ഞെടുപ്പിൽ പലയിടത്തും LDF-ൽ മുന്നണി സ്പിരിറ്റ് ഉണ്ടായില്ല. ചില ജില്ലകളിൽ ഘടകകക്ഷി പരിഗണന നൽകാതിരുന്നത് അണികളിൽ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരം ഉണ്ടായില്ലെന്നും എന്നാൽ LDF-ന്റെ ആത്മവിശ്വാസം തിരിച്ചടിച്ചുവെന്നും കാസിം ഇരിക്കൂർ പറഞ്ഞു.